എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിർമ്മലകൃഷ്ണ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർക്ക് ഈ തട്ടിച്ചെടുത്ത പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. നിർമ്മലകൃഷ്ണ നിക്ഷേപക സംരക്ഷണ സമിതി. ഈ സമിതിയുടെ അധ്യക്ഷനും നിക്ഷേപകനുമാണ് എൻ്റെ പേര് എസ് എം നായർ. ഞാൻ ഇന്നിവിടെ എത്തിയത് 2 ദിവസം മുമ്പ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ CBI കൈമാറുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ ഞങ്ങൾ സമീപിക്കുകയും തെളിവുകളുടെയും സാഹചര്യങ്ങളുടെയും പരിശോധന നടത്തി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിച്ച് സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് CBI അന്വേഷണത്തിന് മുൻകൈയെടുത്ത് വിജ്ഞാപനം ഇറക്കിയ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. അതിനോടൊപ്പം തന്നെ ഹോം മിനിസ്റ്ററിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായ ശ്രീമാൻ സഞ്ജയ് കൗൾ IAS അവർ, അദ്ദേഹമാണ് 2023 ആദ്യമായിട്ട് ബഡ്സ് ആക്ട് പ്രകാരം ഈ കേസിൽ ബഡ്സ് ആക്ടിന്റെ 7(3) അനുസരിച്ച് വസ്തുവകൾ അറ്റാച്ച് ചെയ്യാനാണ് ആദ്യമായിട്ട് ഒരു ഉത്തരവ്. ആ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി കണ്ടെത്തുന്ന പ്രതികളെ അവരുടെ ആസ്തികളും മൊത്തം പിടിച്ചെടുത്ത് അറ്റാച്ച് ചെയ്യണമെന്ന് ആ ഉത്തരവിൽ തന്നെ പറയുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ആത്മാർത്ഥമായി സഹകരിച്ച ഇന്നത്തെ ഹോം പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമാൻ വിശ്വനാഥ് സിൻഹ അവർ, മറ്റ് സെക്രട്ടറിമാർ, ഹോം മിനിസ്ട്രിയിലെ മറ്റ് ജീവനക്കാർ, ഇവർക്ക് എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. എൻ്റെയും സമിതിയുടെയും പേരിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ്. കാരണം ഇത് മീഡിയ തന്നെ വളരെയധികം സംശയദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത്. ഇത് 2017 നടന്ന തട്ടിപ്പാണ് എന്ന് ഒരു പ്രചാരണമുണ്ട്. അതുകൂടി ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഇന്നിവിടെ ഈ പ്രസ് മീറ്റ് വിളിച്ചത്. ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമായിട്ടല്ല, 2017 മാത്രമല്ല, ഇത് തുടങ്ങുന്നത് തന്നെ എൻ്റെ അറിവ് വെച്ചിട്ട് എനിക്ക് കിട്ടിയ രേഖകൾ പ്രകാരം 2015 മുമ്പ് ഇതൊരു വലിയ മാസ്റ്റർ പ്ലാനിങ് തയ്യാറാക്കിയിട്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇത് ചെറിയ തട്ടിപ്പൊന്നുമല്ല. ഇതിന്റെ വ്യാപ്തി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള രേഖകൾ 600 കോടിയുടെ ആണ്. പക്ഷേ ഇതിൽ നിന്നും ഇതുപോലെ ഒരു എമൗണ്ട്, ഈ 600 കോടിയിൽ പരം തുക വിദേശത്തോട്ട് കടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2017 മുതൽ ഇന്ന് വരെയും നാളിതുവരെയും തട്ടിപ്പ് നടന്നു വരുന്നുണ്ട്. അതിന്റെ രേഖകൾ ഞങ്ങളുടെ ഹവാല ഇടപാട് ഉൾപ്പെടെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 17 കോടി ഹവാല ഇടപാട് നടന്നത് മേനംകുളം കിംഫ്ര പാർക്കിലെ ഒരു പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ വഴിയാണ്. ഈ ഇടപാടില് കിംഫ്രയുടെ മുൻ MD-ക്കും ഇപ്പോഴത്തെ MD-ക്കും ബന്ധമുണ്ടോ എന്ന് വിശദമായിട്ട് CBI അന്വേഷിക്കണം. എങ്കിൽ മാത്രമേ അത് ഉറപ്പാക്കാൻ പറ്റും. കാരണം 17 കോടിയുടെ ഹവാല ഇടപാട് എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ നടക്കുന്നത്? അവർ തന്നെ കോടതികളിൽ ഇതിന്റെ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്, റെക്കോർഡായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ തെളിവൊന്നും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഡിപ്പാർട്ട്മെന്റുകളിലും. അപ്പൊ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കും. ഈ CBI അന്വേഷണം പ്രഖ്യാപിച്ചത് അറിഞ്ഞുകൊണ്ട്, അതായത് ഇത് മുൻകൂട്ടി അറിയുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇതിന്റെ പിന്നിൽ അന്വേഷണം നടത്തി, ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി. അപ്പോൾ ഇത് അവർ അറിഞ്ഞിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് തലത്തിലാണോ അല്ലാതെയാണോ അറിഞ്ഞതെന്ന് അറിയില്ല. പക്ഷെ അവർ അടിയന്തരമായിട്ട് ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി. അതിന്റെ ഫലമായിട്ട് തമിഴ്നാട്ടിൽ ഇപ്പൊ തിരക്കിട്ട നീക്കം നടക്കുകയാണ്. എന്താണെന്ന് അറിയും, ഈ അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് 2017 തമിഴ്നാട് രജിസ്റ്റർ ചെയ്ത കേസ്, ആ കേസ് നമുക്കറിയാം ഫാബ്രിക്കേറ്റഡ് ആണ്. ആ കേസിൽ നടപടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് 7 വർഷം കഴിയുന്നു. 7 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ അവര് നടപടി ഫാസ്റ്റ് ആക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? 18 കോടിയോളം രൂപ മധുര സ്റ്റാൻഡേർഡ് കോടതിയിൽ എത്തിയിട്ടുണ്ട് വസ്തുക്കൾ വിറ്റ വകയിൽ. ഈ പൈസ അടിയന്തരമായിട്ട് നിക്ഷേപകർക്ക് വിധിക്കുക. അപ്പോ ഇനി അടുത്ത കേസ് വരുമ്പോൾ ആ കോടതിയിൽ ഞങ്ങൾ ഇതാ കേസ് വന്നപ്പോൾ ഞങ്ങൾ പൈസ കൊടുത്തു തുടങ്ങി എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇത് കോടതിയെ പറ്റിക്കാണ്. 600 കോടി തട്ടിയെടുത്തെന്ന് അയാൾ എന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 600 കോടി തട്ടിയെടുത്ത സ്ഥലത്ത് 18 കോടി രൂപ വിതരണം ചെയ്താൽ എത്ര ശതമാനം കൊടുക്കാൻ പറ്റും? എത്ര രൂപയാണ് കൊടുക്കുന്നത്? 1 ലക്ഷം നഷ്ടപ്പെട്ട ഒരു ആണിന് 3000 പോലും കിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നത്? ഇത് കോടതികൾ മനസ്സിലാക്കണം. ഞാൻ കോടതിയെ കുറ്റം പറയുന്നതല്ല, കോടതികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ നിയമപാലകർ ഇതിന് സംവിധാനം അതിനെ മിസ്യൂസ് ചെയ്യാം.
മധുര ഹൈക്കോടതി തന്നെ ഈ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പല ഉത്തരവുകളും ഇറക്കിയിട്ടുണ്ട്. അത് ഒന്നും നടപ്പിലാക്കിയിട്ടില്ല ഇതുവരെ. അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം സ്റ്റേറ്റിനും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കാണ്. ഇതിനകത്ത് PPക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട്, സെക്രട്ടറി, ഹോം സെക്രട്ടറി, മിനിസ്ട്രി ഉൾപ്പെടെ ആ സംവിധാനത്തിന് ഇത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിന്റെ ആ ഉത്തരവിന്റെ കോപ്പി ഇതായിരിക്കുകയാണ്. ഇത്രയും വലിയൊരു ഡോക്യുമെന്റാണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തത്. ഇതിനകത്ത് ഉത്തരവ് പറഞ്ഞിരിക്കുകയാണ്. ഈ ഉത്തരവുകളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. പക്ഷെ അടിയന്തരമായിട്ട് പൈസ കൊടുക്കുക ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒന്ന് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഉത്തരവിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടും കേരളത്തിൽ ഇപ്പൊ എടുക്കാൻ പോകുന്ന അന്വേഷണത്തിന് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവരിപ്പോ ഈ അടിയന്തരമായിട്ട് നടപടി നടത്തുന്നത്. ഞങ്ങൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇവർ പൊതുജനങ്ങളുടെ കൂടെയല്ല, തട്ടിപ്പുകാരുടെ കൂടെയാണെന്നാണ് എന്റെ ആരോപണം. തമിഴ്നാട് സർക്കാർ ഉൾപ്പെടെ. കാരണം അവർക്കിത് അറിയാത്ത കാര്യമില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ കരുണാനിധി സാറിന്റെ മകള് നമ്മുടെ സ്ഥലത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് വാഗ്ദാനം തന്നതാണ്. അവർ ഭരണത്തിൽ വരുമ്പോൾ ഈ കേസ് അന്വേഷിക്കുമെന്ന്, തുടരന്വേഷണം നടത്തണമെന്ന് കോടതിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷെ അടിയന്തരമായിട്ട് പൈസ കൊടുക്കാൻ നടപടി തുടങ്ങി. 7 വർഷത്തിന് ശേഷമാണ് ഈ നടപടി തുടങ്ങുന്നത്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ശക്തമായ ആരോപണമാണ്. ഇത് നീതിന്യായ പീഠം തിരിച്ചറിയണം. തട്ടിപ്പുകാർ എങ്ങനെയാണ് തട്ടിപ്പ് നടത്താൻ കോടതിയെ പോലും ഉപയോഗിക്കുന്നത് എന്ന് ഇവർ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഞാൻ അടുത്ത പറയാം. ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ സുപ്രധാന ഉത്തരവുകൾ പോലും തമിഴ്നാട് EOW പോലീസ് നടപ്പിലാക്കിയിട്ടില്ല. നിർമ്മലന സംഘത്തിനും എതിരെ എടുത്ത കേസുകൾ പോലും ആസ്തികൾ മറച്ചു വെച്ചുകൊണ്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തുകയും തുടരന്വേഷണം നടത്തുവാനും ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട്. EOW പോലീസോ തമിഴ്നാട് സർക്കാരോ ഈ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. അതിനാലാണ് ഞങ്ങൾ കേരളം സർക്കാരിനെ സമീപിച്ചത്. ഈ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെല്ലിന്റെ റിപ്പോർട്ടിനകത്ത് ചില പ്രധാന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിർമ്മലിന്റെ ബിനാമി ഇടപാടുകൾ, ഒരു മുൻ മന്ത്രിയുമായിട്ടുള്ള ഇടപാടുകൾ, കേരളത്തിലെ സ്ഥാപനങ്ങൾ, കേരളത്തിൽ നടത്തിയിട്ടുള്ള ഇടപാട്, ഇതെല്ലാം ആ റിപ്പോർട്ടിനകത്തുണ്ട്. ആ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുമുണ്ട്, ഓഫീസിലുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇവർ ഇന്നുവരെ അന്വേഷിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ തമിഴ്നാട് അന്വേഷണ സംഘം പറയട്ടെ. ഈ അന്വേഷണത്തോടുകൂടി ഇപ്പം നമ്മുടെ കേരള ക്രൈംബ്രാഞ്ചുണ്ട്. അതാണ് ഇതിലൊരു ബഹുവിശേഷം. അതായത് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് തമിഴ്നാട് സംഘത്തോടൊപ്പം നമ്മുടെ ഉദ്യോഗസ്ഥരും കൂട്ടുചേർന്നു എന്ന് ഞാൻ ആരോപിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മുടെ CBI അന്വേഷണം വരുമ്പോൾ അന്വേഷിക്കണം. കാരണം എവിടെയാണ് ഇത് പാളിച്ചു പറ്റിയത്? ഇത് ചെറിയ ഇതൊന്നും അല്ലല്ലോ. സാധാരണ പാവപ്പെട്ട ആൾക്കാരെയാണ് ഇതിനകത്ത് പരിഹരിക്കുന്നത്. അപ്പോ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഈ സംവിധാനം പ്രവർത്തിച്ചില്ല? അതെന്റെ ചോദ്യമാണ്. ഞാൻ വെറുതെ പറയുന്നല്ല. ഞാൻ അന്ന് കഴിഞ്ഞ പ്രസ് മീറ്റിൽ പറഞ്ഞായിരുന്നു, എന്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. കേരളത്തില് പ്രവർത്തിച്ചെന്ന ഒരു സ്ഥാപനം, അവിടെ സ്ഥാപനം ഉണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും പരാതി കൊടുത്ത ആള് ഞാനാണ്. ഒരു അന്വേഷണവും നടത്തിയില്ല. അവിടെ ഏകദേശം 5 വർഷത്തോളം ആ സ്ഥാപനം അവിടെ ഇരുന്നു, പ്രവർത്തിച്ചില്ലെന്ന് മാത്രം. മുൻവശത്ത് കൂട്ടിയിട്ടുന്നു, പിൻപുറത്ത് അവർ പണികൾ നടത്തി. ആ സ്ഥാപനത്തിലെ ലോക്കറിനകത്ത് സ്വർണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഡോക്യുമെന്റ് ചെയ്തു. ആ ഡോക്യുമെന്റുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. എന്നാലും സ്വർണ്ണത്തിന്റെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഡോക്യുമെന്റ് കിട്ടിയതായിട്ട് പോലും നമ്മുടെ മാരാമണ്ഡം പോലീസ് സമ്മതിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഞാൻ വിവരാശം കൊടുത്തു. അതിനകത്ത് ഡോക്യുമെന്റ് കിട്ടിയ വിവരം അവർ മറച്ചു വെക്കുകയാണ്. അപ്പൊ തെളിവ് നശിപ്പിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനം ഇടപെട്ടു എന്നുള്ളത് ഉറപ്പായി. സ്വർണത്തിന്റെ കൂടെ അവിടെ പണയിട്ട സ്വർണ്ണങ്ങൾ മറച്ചു വെച്ച് അവര് പൈസ കളക്ട് ചെയ്തു. അപ്പൊ ആ കാര്യങ്ങൾ, ആ തെളിവുണ്ട് അതിനകത്ത്, ആ രസീതുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ആ ഡോക്യുമെന്റുകളൊന്നും ഇവര് ഞങ്ങൾക്ക് തന്നിട്ടില്ല, ഞങ്ങൾ അറിയിച്ചു. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? അവിടെ നിന്നാണ് തുടങ്ങുന്നത്. മാരാമട്ടം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള പെരിങ്കടമുള്ള കൃഷ്ണ ഫിനാൻസ്, അവിടെ നിന്നാണ് നമ്മുടെ ഈ കേസ് കേരളത്തിൽ തുടങ്ങുന്നത്. ഞങ്ങളുടെ കയ്യിൽ എവിഡൻസ് അവിടെ നിന്നാണ് കിട്ടാൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കിംബ്ര പാർക്കിനകത്ത് കന്യാകുമാരി എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പല ഇടപാടുകളും നടന്നു. അതിന്റെ രേഖകൾ ഞങ്ങളുടെ കയ്യിൽ. അത് മാത്രമല്ല, ഞങ്ങളുടെ കയ്യിൽ 2-3 റിപ്പോർട്ടുകൾ കിട്ടി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട്. അതിനകത്ത് DYSP റെക്സ് റോബിൻ, ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം തന്ന റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്, ഒരു പ്രോപ്പർട്ടി തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്, പ്രിൻസിപ്പൽ SRO, നമ്മുടെ കിഴക്കേക്കോട്ടയിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ SROയുടെ ഓഫീസിൽ വെച്ചാണ് അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ പ്രോപ്പർട്ടി EOW അറ്റാച്ച് ചെയ്തിട്ടുണ്ട്
എന്നാൽ കേരളത്തിലെ ബഡ്സ് ആക്ട് പ്രകാരം എടുത്ത ഉത്തരവിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല. പക്ഷെ അത് വിറ്റുപോയി. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, EOW അറ്റാച്ച് ചെയ്തു എന്ന് പറയുന്നു, ബഡ്സിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല. ഞാൻ സമ്മതിച്ചു, ശരി, കാലതാമസം ഉണ്ടായി, അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. പക്ഷെ വിറ്റത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു സംവിധാനം അറ്റാച്ച് ചെയ്ത പ്രോപ്പർട്ടി എങ്ങനെ വിറ്റു, വിൽക്കാൻ വേണ്ടിയിട്ട് ആര് കൂട്ടുനിന്നു, അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസുണ്ട്. നമ്മുടെ മഞ്ചൂര് കോടതിയിലെ ഒരു IP നിൽപ്പുണ്ട്. ഈ ഇതിലെ ഒരു പ്രധാന പ്രതി കൊടുത്ത IP ആണ്. ആ IP-യുടെ മറവില് ഇവിടെ വേണ്ട സാമ്പത്തിക ഇടപാടുകൾ നടന്നു. അത് ഞാൻ പറയാം. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിലെ രണ്ട് പ്രതികൾ, ഈ രണ്ട് പ്രതികളും കൂടെ ചേർന്ന് കോടതിയിൽ പോകും. അതിൽ ഒരു പ്രതി വാദിയാവും, ഒരു പ്രതി പ്രതിയായി. അപ്പോൾ ഈ രണ്ട് പ്രതികളും കൂടെ കോടതിയിൽ പോയിട്ട് വാദിയും പ്രതിയായി കളിക്കുക. അത് കോടതിയെ പറ്റിക്കുകയാണ്. നിയമത്തിന് എന്താ പറയുന്നത്, നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇവർ ഒരു ഉത്തരവ് വാങ്ങിച്ചത്. ആർബിട്രേഷൻ ട്രൈബ്യൂണൽ. അത് ഞാൻ പേരെടുത്ത് പറയാം. ഗോശ്രീ ഫൈനാൻസ് എന്നാണ് എൻ്റെ പേര്. അതിന്റെ MD, പ്രീവിയസ് MD, അവരെല്ലാം ഈ തട്ടിപ്പിന് കൂട്ടുന്നതാണ്. എന്തെന്ന് പറഞ്ഞാൽ, അതിന്റെ പ്രീവിയസ് MDയും ഈ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനായ നിർമ്മലനും തമ്മിൽ വർഷങ്ങളായിട്ട് സാമ്പത്തിക ഇടപാട്. എനിക്ക് അതിന്റെ രേഖകൾ. ഇവര് രണ്ടുപേരും കൂടെ ചേർന്നാണ് ആർബിട്രേഷൻ കോടതിയിൽ പോയി. ഞങ്ങളാരും അറിയുന്നില്ല. ഞങ്ങൾ അറിയുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാണ്. ഇതിൽ ബാധിക്കപ്പെട്ട ജനങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല, നിക്ഷേപകരാരും അറിഞ്ഞിട്ടില്ല, ഈ കേസിൽ കക്ഷിയായ ആരും തന്നെ അറിഞ്ഞിട്ടില്ല. ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് ആർബിട്രേഷൻ ട്രൈബ്യൂണലിൽ പരാതി കൊടുക്കുന്നു. പൈസ കിട്ടാനുണ്ട്, കൊടുക്കാനുണ്ട്. രണ്ടുപേരും മാറി സമ്മതിക്കുന്നു, ഞാൻ കൊടുക്കാനുണ്ട്, എനിക്ക് കിട്ടാനുണ്ട്. ഒരു വിധി വാങ്ങുന്നു. ആ വിധിയുടെ മറവില് കോടികളുടെ ആസ്തി വിറ്റ് കാശ് കൊടുത്തു. എങ്ങനെയാണ് ഇവര് ലോൺ കൊടുത്തെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ലോൺ കൊടുത്തത്, എന്തിനാണ് ലോൺ കൊടുത്തത്, ആർക്കാണ് ലോൺ കൊടുത്തത്, ഒരു രേഖയുമില്ല. വിധിയുണ്ട്, വസ്തു വിൽക്കാൻ എല്ലാവരും സമ്മതിച്ചു. ഇത് മറ്റൊരു തട്ടിപ്പാണ്. അതായത് കോടതിയെയും സർക്കാർ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്യും. ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട കോടതിയൊന്നും അറിയുന്നില്ല എന്താണ് നടക്കുന്നത്. കാരണം കോടതിക്ക് എന്താ കിട്ടുന്നത്, തെളിവും മൊഴികളും കിട്ടുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ വിധികൾ കൊടുക്കുന്നു. ഞങ്ങൾ ഒരിക്കലും കോടതിയെ കുറ്റം പറയുന്നതല്ല. പക്ഷേ നമ്മുടെ സംവിധാനത്തിൽ വളരെ പാളിച്ചകളുണ്ട്. അതിനെ കുറിച്ച് ഞാൻ മൊത്തത്തിൽ, ഇത് ഈ കേസിൽ മാത്രമായിട്ട് പറയുന്നതല്ല, പൊതുവിൽ ഞാൻ പറയുകയാണ്. ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, പൊതുവെ ഭാരതത്തിൽ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥിതി ഇരകൾക്ക് കയ്യിൽ പണമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നീതി നിഷേധിക്കുന്ന സാഹചര്യമാണ്. ഇതൊരു ഗൗരവകരമായ കാര്യമാണ് ഞാൻ ഇവിടെ ഈ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. ഇത് ചർച്ചയാവണം. ഞങ്ങളുടെ പ്രധാന ആരോപണം എന്തെന്നാൽ, ഈ കേസിൽ തന്നെ നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് കോടതികളെ പോലും പറ്റിച്ചാണ് കോടികളുടെ തട്ടിപ്പ് വീണ്ടും ഈ കക്ഷികൾ നടത്തിയിട്ടുള്ളത്. പ്രധാന എതിർകക്ഷികളായ ഞങ്ങൾ അറിയുന്നത് പോലും വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. ആയതുകൊണ്ട് ഈ വിഷയം പൊതുജനങ്ങളുടെ വിഷയമായി കോടതികളുടെ ശ്രദ്ധയിൽ പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇത് വളരെ ഗൗരവകരമായ സംഗതിയാണ്. വിഷയത്തിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കമാൽ പാഷ, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവരെ പോലെയുള്ളവർ വിശദമായി ചർച്ച നടത്തി ബഹുമാനപ്പെട്ട കോടതികളെയും നിയമസാമാജികരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഇതിൽ ബഹുമാനപ്പെട്ട മീഡിയയ്ക്ക് വലിയൊരു പങ്കുണ്ട്. മീഡിയ ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്താൽ മാത്രമേ ഈ വിഷയം വളരെ രൂക്ഷമായി തന്നെ ചർച്ച ചെയ്യാം. കാരണം ഇത് ഞങ്ങളുടെ വിഷയം മാത്രമല്ല. ഈ രീതിയിൽ പല സ്ഥാപനങ്ങളും പല കോർപ്പറേറ്റുകളും ഈ നിയമങ്ങളെ മിസ്യൂസ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടുന്നു. അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. കാരണം നമുക്കറിയാം, കോടതിയിൽ ഒരു കേസ് നടക്കുമ്പോൾ കോടതിക്ക് ആവശ്യം തെളിവുകളാണ്. വിധി പുറപ്പെടുവിച്ചാൽ അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഗവൺമെന്റും സംവിധാനവും പ്രവർത്തിച്ചില്ലെങ്കിൽ ആ വിധി നടപ്പിലാവില്ല. പക്ഷെ പ്രതികള് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ
2 പ്രതികളും കൂടെ ചേർന്ന് കോടതിയിൽ പോയാൽ മതി, ഞാൻ സമ്മതിക്കുന്നു, കാര്യം സാധിച്ചെടുത്തു. ഈ അവസ്ഥ നമ്മുടെ നാട്ടിൽ മാറും. നമ്മൾ വോട്ട് ചെയ്ത് ഈ കേരള നിയമസഭയിൽ 40 വരെ എത്തിക്കുന്നത് പൊതുജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് നിയമത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ കാലോചിതമായ മാറ്റം വരുത്താൻ അവർ ബാധ്യസ്ഥരാണ്. ഞങ്ങള് ഇവിടെ കേരളത്തിലെ എല്ലാ സാമാജികർക്കും നിവേദനം നൽകി. പ്രധാനമായിട്ട് IP ആക്ട് അമെൻമെന്റ് ചെയ്യുന്നതിനാണ് കൊടുത്തത്. 40 അല്ല, 140 എല്ലാവർക്കും ഞങ്ങൾ നിവേദനം നൽകി. അതില് ബഹുമാനപ്പെട്ട മാത്യു കൊടനാടൽ MLA മാത്രമാണ് ഈ വിഷയം നിയമസഭയിൽ എടുക്കുകയും ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് അതിന്റെ മറുപടി വാങ്ങി ഞങ്ങളെ അറിയിക്കുകയും അതിന്റെ മുകളിൽ നടപടിയായി. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും അത് കുറ്റകരമായ മൗനമാണ് വഹിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ കൊടുത്തത് ഞങ്ങളുടെ സമിതിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഞാൻ മൊത്തത്തില് നിയമ സംവിധാനത്തിൽ ഒരു മാറ്റം പറഞ്ഞു. കാരണം കോർപ്പറേറ്റുകൾ വളരെ ഈസി ആയിട്ട് IP ഫയൽ ചെയ്ത് രക്ഷപ്പെട്ടു പോകുക. അതിലൊരു മാറ്റം പറഞ്ഞു. ഇപ്പൊ ഈ പറയുന്ന നിർമ്മലൻ മഞ്ചേരി സമർപ്പിച്ചിട്ടുള്ള IP വാദമെല്ലാം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. അത് ഏകദേശം തള്ളാനുള്ള സ്ഥിതിയിൽ എത്തിയിരിക്കുക. പക്ഷേ ആ IP-യുടെ മറവില് ധാരാളം സാമ്പത്തിക ഇടപെടലാണ്. IP നിൽക്കുന്നവർക്ക് അതിന്റെ പ്രിവിലേജ് കിട്ടും. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ 7 വർഷം ആ IP നിൽക്കാൻ 2017 ഈ IP ഫയൽ ചെയ്യുന്നത്. 2017 മുതൽ 24 കഴിഞ്ഞത് 25 ആയി. അപ്പൊ ഈ 7 വർഷം അവന് ഈസി ആയിട്ട് അതിനകത്ത് സാമ്പത്തിക ഇടപെടൽ നടത്താൻ പറ്റും ഈ IP-യുടെ മറവിൽ. അതിനുശേഷം ഈ IP തള്ളുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു ഒരു കാരണം മാത്രം, ഈ IP തള്ളുകയാണ്, ഇവൻ നടത്തിയ ഈ സാമ്പത്തിക ഇടപാടിൽ ആർക്കൊക്കെയാണ് നഷ്ടം ഉണ്ടാകുന്നത്? പ്രധാനമായിട്ട് ഞങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് ഈ കേസ് തിരിച്ച് പുനരന്വേഷണം നടക്കുകയാണെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടിൽ ആരൊക്കെ ഇടപെട്ടോ അവരുടെ സോഴ്സും മറ്റു കാര്യങ്ങളും അന്വേഷിക്കും. അപ്പൊ അവർക്കും അതിൽ നഷ്ടം. ഇത് ആരാണ് ഇതിന്റെ കുറ്റക്കാര്? ഞങ്ങളാണോ, ബഹുമാനപ്പെട്ട കോടതിയാണോ, അന്വേഷണ ഉദ്യോഗസ്ഥരാണോ, നമ്മുടെ സംവിധാനമാണോ? ഞാൻ സംവിധാനത്തെ കുറ്റം. അതിന് ഇത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നല്ല 5 വർഷത്തിന് മുമ്പാണ്, കഴിഞ്ഞ മന്ത്രിസഭ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഒരു നിവേദനം കൊടുത്തത്. അപ്പൊ ആ നിവേദനത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തന്നെ അത് വളരെ ദുഃഖമുണ്ടാക്കിയ സംഭവമാണ്. കാരണം ഇത്രയും സകല മന്ത്രിമാർക്കും MLA-മാർക്കും ഞങ്ങൾ ആരും ഒഴിവാക്കി. അതിനകത്ത് ഞങ്ങൾ രാഷ്ട്രീയം കണ്ടില്ല, മറ്റൊന്നും കണ്ടില്ല. ജനങ്ങൾക്ക് നീതി കിട്ടണം, പൊതുജനത്തിന് നീതി കിട്ടണം, ഇരയാക്കപ്പെടുന്നവർക്ക് നീതി കിട്ടണം എന്ന ഉദ്ദേശത്തോടുകൂടി കൊടുത്ത ആ നിവേദനത്തെ പോലും ഞങ്ങളുടെ സ്ഥലം MLA പോലും, ഈ സംഭവം നടന്നത് പാറശാലയ്ക്ക് സമീപമാണ്. പാറശാലയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്, തിരുവനന്തപുരം ജില്ലയാണ് ബാധിച്ചിട്ടുള്ളത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള MLA-മാർ പോലും അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്തില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കണം ഈ കോർപ്പറേറ്റുകളുടെ സ്വാധീനം എത്രത്തോളം. കാരണം അവരുടെ നിലനിൽപ്പിന് അവരുടെ കോർപ്പറേറ്റുകൾ ആവശ്യമാണ്. ജനങ്ങളെ അവർ പറ്റിച്ചാൽ അവർക്കത് വിഷയമല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷയം ഞാൻ പ്രധാനമായിട്ട് എടുക്കുകയാണ്. ഇത് മീഡിയയും ചർച്ച ചെയ്യണം. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഈ വിഷയം ഏറ്റെടുക്കണം.